നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിനവും വാർത്തകളാൽ സമ്പന്നമാണ്. അതിൽ ഏറ്റവും പ്രധാനം മലയോര മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം തെളിയിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നത് തന്നെയാണ്. വടക്കൻ കേരളത്തിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി തുടക്കമായി. ഒപ്പം ബേക്കൽ ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ തീയതികളിലാണ് നടക്കുന്നത്. മംഗളൂരുവിൽ കോളേജ് വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിന് ഉപയോഗിക്കുന്ന റാക്കറ്റ് പിടിയിലായിട്ടുണ്ട്. എല്ലാ വാർത്തകളിലേക്കും വിശദമായി കടക്കാം. അതിനു മുമ്പ് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. വെള്ളരിക്കുണ്ട് പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വടക്കൻ കേരളത്തിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലം. തുലാം 10-നാണ് തെയ്യങ്ങൾ അരങ്ങിലെത്താറുള്ളതെങ്കിലും ഇക്കുറി തുലാം 1 മുതൽ തന്നെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്നു. സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് പ്രതിസന്ധിക്കിടയാക്കുന്നു. ബേക്കൽ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവങ്ങളാണ് ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെ തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള കരുത്തരായ സബ് ജില്ലകളാണ് ഇവ രണ്ടും. സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ ദിവസം എത്തിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 24, 25 ദിവസങ്ങളിലാണ് ജില്ലാ ശാസ്ത്രമേള. 2 പരിപാടികളിലും പങ്കെടുക്കാനുള്ള കുട്ടികളെ ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. മംഗളൂരു മൂഡ്ബദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. തട്ടുകടയും ഓംലറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. വെള്ളരിക്കുണ്ട് പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. വെള്ളിയാഴ്ച രാവിലെയാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. നാഗ്പൂർ ജയിലിലടച്ച റിജാസിനെ ഉടൻ വിട്ടയക്കുക, ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ ഉടൻ അവസാനിപ്പിക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വരെ അനുഭവിക്കേണ്ടി വന്ന ബ്രാഹ്മണ ഹിന്ദു ഫാസിസത്തിനെതിരെ പോരാടുക എന്നിങ്ങനെയുള്ള വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളാണ് ജനകീയ വിമോചന മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിൽ വ്യാപകമായി പതിച്ചിട്ടുള്ളത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി പോസ്റ്ററുകൾ നീക്കം ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. വടക്കൻ കേരളത്തിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലം. തുലാം 10-നാണ് തെയ്യങ്ങൾ അരങ്ങിലെത്താറുള്ളതെങ്കിലും ഇക്കുറി തുലാം 1 മുതൽ തന്നെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്നു. ഉത്തര മലബാറിൽ തുലാം 10-ന് ശേഷമാണ് തെയ്യാട്ടക്കാലം എന്നാണ് ചൊല്ല്. എന്നാൽ കളിയാട്ടത്തിന് തുടക്കമിട്ടുകൊണ്ട് തിമിരിപ്പാടത്ത് വലിയ വളപ്പിൽ ചാമുണ്ടി തുലാം 1-ന് അരങ്ങിലെത്തും. തെയ്യം ആദ്യം എത്തുന്ന ഇടം വയലാണ്. എന്നിട്ട് പാടത്ത് വിത്തെറിയും. പുലയ സമുദായക്കാരാണ് വലിയ വളപ്പിൽ ചാമുണ്ടിയെ കെട്ടുന്നത്. പയ്യന്നൂർ പെരുമാളിന്റെ അധീനതയിലുള്ള കാവുകളിലും ദേവസ്ഥാനങ്ങളിലും വേലന്മാർ കെട്ടിയാടുന്ന തെയ്യങ്ങൾ തുലാം 1 മുതൽ 11 വരെ എല്ലാ ദിവസങ്ങളിലുമുണ്ട്. പെരുമാളിന്റെ തട്ടകത്തിലെ കുണ്ടോർ ചാമുണ്ടിയുടെ കളിയാട്ടം എന്നാണ് 11 ദിവസങ്ങളിലെ തെയ്യങ്ങളെ ഒരുമിച്ച് പറയുക. പയ്യന്നൂർ മമ്പലം തെക്കടവൻ തറവാട് ദേവസ്ഥാനത്താണ് തുടക്കം. തുലാം 1-നും 2-നുമാണിത്. തുലാം 2, 3 തീയതികളിൽ പയ്യന്നൂർ കൊച്ചിയിലെ പിലാങ്കു തറവാട് ദേവസ്ഥാനത്തും 3, 4 തീയതികളിൽ കൊച്ചിയിലെ കുത്തൂർ തറവാട് ദേവസ്ഥാനത്തും 4, 5 തീയതികളിൽ പയ്യന്നൂർ തൊട്ടേൻ തറവാട് ദേവസ്ഥാനത്തും 5, 6 തീയതികളിൽ പയ്യന്നൂർ ഉത്തമന്തിൻ കിഴക്കേ വീട് തറവാട് ദേവസ്ഥാനത്തും
6, 7 തീയതികളിൽ എടവലത്ത് തറവാട് ദേവസ്ഥാനത്തും 7, 8 തീയതികളിൽ പുളുക്കൂൽ തറവാട് ദേവസ്ഥാനത്തും 8, 9 തീയതികളിൽ കലശപ്പുര തറവാട് ദേവസ്ഥാനത്തും 9, 10 തീയതികളിൽ പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനത്തും 10, 11 തീയതികളിൽ എടാടൻ തറവാട് ദേവസ്ഥാനത്തും തെയ്യങ്ങൾ കെട്ടിയാടും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് പ്രതിസന്ധിക്കിടയാക്കുന്നു. ബേക്കൽ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവങ്ങളാണ് ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെ തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള കരുത്തരായ സബ് ജില്ലകളാണ് ഇവ രണ്ടും. ബേക്കൽ ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് അണിയറ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും കലാ ആസ്വാദകർക്കും ഒരുപോലെ പ്രയാസത്തിനിടയാക്കുന്നു. ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെയാണ് കലോത്സവം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും കരുത്തരായ 2 സബ് ജില്ലകളാണ് ഇവ. 2 കലോത്സവങ്ങളും ഒരേ തീയതിയിൽ പ്രഖ്യാപിച്ചതോടെ അണിയറ പ്രവർത്തകർക്കാണ് ഏറെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും നൃത്ത അധ്യാപകരെയും തീരുമാനം കടുത്ത പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. കലാ ആസ്വാദകരെ സംബന്ധിച്ച് ഇരു കലോത്സവങ്ങളും ഒരേ സമയം പ്രഖ്യാപിച്ചതിനാൽ തങ്ങളുടെ ഇഷ്ട ഇനങ്ങൾ കാണുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുന്നു. ഒരേ വീട്ടിലെ കുട്ടികൾ 2 സബ് ജില്ലകളിലായി പഠിക്കുന്നതിനാൽ കുടുംബങ്ങൾക്കും കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. സ്റ്റേജ് മത്സരങ്ങളിൽ ഒപ്പന, നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ്, നാടകം തുടങ്ങിയ ആകർഷണങ്ങളായ ഇനങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിഭിഷാവനിൽ, ന്യൂസ് ബ്യൂറോ, സിറ്റി. സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ ദിവസം എത്തിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 24, 25 ദിവസങ്ങളിലാണ് ജില്ലാ ശാസ്ത്രമേള. 2 പരിപാടികളിലും പങ്കെടുക്കാനുള്ള കുട്ടികളെ ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. കായികമേളയിൽ കരുത്തു തെളിയിക്കണോ, ശാസ്ത്ര പ്രതിഭയാക്കണോ? വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മേളകൾ ഒരുമിച്ച് നടത്താനുള്ള തീരുമാനം വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് നടത്തുകയാണ്. അതേ ദിവസങ്ങളിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചിട്ടുണ്ട്. 24, 25 തീയതികളിൽ കക്കാട്ട് GHSSലാണ് മേള നടക്കുന്നത്. 2 പരിപാടികളിലും പങ്കെടുക്കേണ്ട കുട്ടികൾക്കാണ് ഇത് പ്രതിസന്ധിക്കിടയാകുന്നത്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന പങ്കാളിത്ത സർട്ടിഫിക്കറ്റിന് പോലും മൂല്യമുണ്ട്. ജില്ലാ ശാസ്ത്രമേളയിൽ മികവ് കാട്ടി സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സർട്ടിഫിക്കറ്റിനും ഗ്രേസ് മാർക്കിനും ഉൾപ്പെടെ പരിഗണിക്കും. കായിക ശാസ്ത്രമേളകളിൽ മികവ് കാട്ടുന്ന കുട്ടികളെയാണ് അധികൃതരുടെ തീരുമാനം പ്രതിസന്ധിയിലാക്കുന്നത്. സംസ്ഥാന കായികമേളയുടെ തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അതേ തീയതിയിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല. ഉപജില്ലാ ശാസ്ത്രമേളകൾ ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട്. തീയതി മാറ്റാൻ സാധ്യതയില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഇനങ്ങൾ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു മൂടുബിദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളെ വ്യാജ പെയിൻ ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. മൂഡ്ബിദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിച്ച സംഘം പിടിയിൽ. മൂഡ്ബിദ്രി നിദോടി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ്, കട്ടിയൽ സ്വദേശികളായ ശ്രീകാന്ത്, യജ്ഞേഷ്. മൂഡ്ബിദ്രി നിദോടി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ്, കട്ടിയൽ സ്വദേശികളായ ശ്രീകാന്ത്, യജ്ഞേഷ്, ദിലീപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സംഘത്തിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തി. യുവതികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു പെൺവാണിഭത്തിന് ഉപയോഗിച്ചിരുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ മൂഡുബിദ്രി താലൂക്കിലെ നിദ്ദോടിയിലാണ് സംഭവം. ഓട്ടോ ഡ്രൈവറായ മഹേഷ് പ്രായപൂർത്തിയാകാത്ത 2 കോളേജ് പെൺകുട്ടികളെ പ്രണയം നടിച്ച് പെൺവാണിഭ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ഇതിനിടെ ഇയാളുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി.
രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസോ വീട് വളഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് സംഘം പിടിയിലായത്. സംഭവത്തിൽ മൂടുബിദ്രി പോലീസ് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു. അടുത്തിടെ മൈസൂർ താലൂക്കിലെ ദാസനക്കൊപ്പലിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹൈടെക് പെൺവാണിഭ കേന്ദ്രം പോലീസ് റെയ്ഡ് ചെയ്യുകയും 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷൻ 2031 പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് സംസ്ഥാനതല സെമിനാർ കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിലാണ് നടന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓൺലൈനിലായി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായി 75 വർഷം പൂർത്തിയാവുകയാണ് 2010. ഇതിനകം കേരളം സമസ്ത മേഖലകളിലും കൈവരിച്ചിട്ടുള്ള മുഖമുഖമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിന് ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് 2031 കേരളം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പരിപാടികൾക്ക് രൂപം കൊടുക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് 33 സെമിനാറുകൾ കേരളത്തിൽ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിലൊന്നാണ് മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘം. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് രേഖപ്പെടുത്താനായിട്ടില്ല. നമ്മുടെ മഹാരാജ്യത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള മഹാജന്മാരെ അമൂല്യമായ നിധികളാണ്. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. സമീപന രേഖ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഡെ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK വിജയൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E ദിനേശൻ, പുരാരേഖ വകുപ്പ് ഡയറക്ടർ മഞ്ജുള ദേവി, മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പാർവതി, ജില്ലാ ആസൂത്രണ സമിതി അംഗം VV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തട്ടുകടയും ഓംലെറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി. പഴയ നാട്ടുകഥകൾക്ക് വേദിയൊരുക്കി ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി വേറിട്ട അനുഭവമായി മാറി. മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സംവിധാനങ്ങളും വരുന്നതിനു മുൻപുള്ള ഒരു കാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായി പരിപാടി മാറി. വിവിധ തലമുറകളിലെ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ച പരിപാടിയിൽ പോയ കാലത്തിൻ്റെ ഓരോ ഓർമ്മകളും പെയ്തിറങ്ങി. പരിപാടിക്ക് പെരുമ പകർന്ന് പഴയ തട്ടുകടയും ഒരുക്കിയിരുന്നു. തട്ടുകടയിൽ നിന്ന് ഓംലെറ്റും ചായയും കഴിച്ചുകൊണ്ടായിരുന്നു വർത്തമാനം. പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ BK ഹംസ ആലൂർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ എബി കുട്ടിയാനം മുഖ്യാതിഥിയായിരുന്നു. അഷ്റഫ് അച്ചു സ്വാഗതം പറഞ്ഞു. ഇസ്മായിൽ ആലൂർ അധ്യക്ഷത വഹിച്ചു. AT മുഹമ്മദ്, അബ്ദുള്ള അപ്പോളോ, ഇസ്മായിൽ മാസ്റ്റർ, AT അബു, ജനാർദ്ദൻ, രാജു, ഇസ്മായിൽ, TA സൈനു, TK ജലാൽ, TA ലത്തീഫ്, NA അച്ചു, മുസ്തഫ മസ്കറ്റ്, TA മുഹമ്മദ് കുവൈത്ത്, കബീർ ഷാർജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് റോഡിൽ വാഹന ഗതാഗതം 1 മണിക്കൂറുകളോളം സ്തംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും എതിരെ ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം. ഡ്രൈവർക്കുൾപ്പെടെ 3 KSRTC ജീവനക്കാർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. വെള്ളരിക്കുണ്ട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. ശക്തമായ മഴയിലായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.
കാസർഗോഡ് പോക്സോ കേസ് പ്രതി പിടിയിൽ. ബേർക്ക ചെർക്കളയിലെ അഷ്റഫാണ് അറസ്റ്റിലായത്. 3 വർഷക്കാലമായി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ വാറണ്ട് പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ചെർക്കള ബേർക്കയിലെ കുഞ്ഞിമായൻ അഷ്റഫാണ് പിടിയിലായത്. ചെർക്കളയിൽ വെച്ചാണ് പോലീസ് സംഘം സമർത്ഥമായി പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M IPSന്റെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അജിത കെയുടെ നേതൃത്വത്തിൽ CPO ശ്രുതി, ASI നാരായണ, സബ് ഡിവിഷൻ സ്ക്വാഡ് അംഗങ്ങളായ CPOമാരായ രാജേഷ്, സജീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്തേരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കാടങ്കോട്ടെ VP മുഹമ്മദ് നവാസ് ആണ് അറസ്റ്റിലായത്. MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്നും 1.03 ഗ്രാം MDMA പോലീസ് പിടികൂടി. ചെറുവത്തൂർ കാടാങ്കോട് കുഴിഞ്ഞടിയിൽ നിന്നുമാണ് മയക്കുമരുന്ന് ചന്തേര പോലീസ് പിടികൂടിയത്. കാടാങ്കോട്ടെ VP മുഹമ്മദ് നവാസ് ആണ് അറസ്റ്റിലായത്. ഹോട്ടലിന് മുൻവശം റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാവിൽ നിന്നും MDMA കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിക്കുഞ്ഞേട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ പ്രസ്ഥാനങ്ങൾ നടത്തിയ മടിയനിലെ മാണിക്കുഞ്ഞേട്ടിയുടെ അനുസ്മരണം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടിയൻ ജംഗ്ഷനിൽ നടന്നു. ഇടതുപക്ഷത്തിന് ബാലികേറാമലയായ പ്രദേശങ്ങളിൽ പോലും കടന്നു ചെന്ന് പുരോഗമന പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്താൻ വലിയ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മാണിക്കുഞ്ഞേട്ടിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് PK ശ്രീമതി പറഞ്ഞു. അതിലും സഖാവ് മാണിക്കുഞ്ഞിയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ സഖാവ് മാണിക്കുഞ്ഞിയുടെ ഒപ്പം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സഖാവ് രമണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ചുമെല്ലാം നിങ്ങൾക്കറിയാം. അത് എപ്പോഴും ഒരുമിച്ചായിരുന്നു അന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് യോഗത്തിന് വന്നിരുന്നത്. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഈ കാസർഗോഡ് ഭാഗത്തെന്ന് പറയുമ്പോൾ തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ സംഘടന പ്രവർത്തനം നടത്തുന്നതിന് ഓടി പ്രവർത്തിച്ച നേതാക്കളാണ് സഖാവ് മാണിക്കുഞ്ഞും രമണിയുമൊക്കെ. നമ്മുടെ മുൻകാല നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പോരാട്ടങ്ങളെ സംബന്ധിച്ചും അവരുടെ അവദാനങ്ങൾ നമ്മൾ പാടിപ്പോഴ്ത്തിയില്ലെങ്കിലും ഓർമ്മിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ E പത്മാവതി, ജില്ലാ സെക്രട്ടറി M സുമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദേവി രവീന്ദ്രൻ, VV പ്രസന്നകുമാരി, V ഗീത, P രുക്മിണി, സുനു ഗംഗാധരൻ, ഏരിയ വൈസ് പ്രസിഡന്റ് VV തുളസി, ഏരിയ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് P ബിന്ദു, ഏരിയ കമ്മിറ്റി അംഗം T ശോഭ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV സുജാത ടീച്ചർ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് ഏരിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ കണ്ടം അടിയാർക്കാവ് ദേവസ്ഥാനം തുലാമാസ സംക്രമ പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തെ സംക്രമ പൂജയോടനുബന്ധിച്ച് സമാജത്തിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങായ സംക്രാന്തി സമാദരം പരിപാടിയിൽ കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ഡോക്ടർ വിവേക് സുധാകരനെ ആദരിച്ചു. അടിയാർക്കാവ് രക്ഷാധികാരി കരുണാകരൻ ഉപഹാരവും പൊന്നാടയും നൽകി. ദേശീയ സാമൂഹിക പ്രവർത്തക അവാർഡ് ജേതാവ് രാഘവൻ മേൽപ്പറമ്പിന് പൊന്നാടയും ഉപഹാരവും നൽകി കളിയാട്ട സമിതി ട്രഷറർ ഭരതൻ കണ്ടത്തിൽ ആദരിച്ചു. ഏഷ്യാനെറ്റ് സീരിയൽ നടി ഗീതാ ഗോവിന്ദം ഫെയിം ആതിര ലക്ഷ്മണനെ കളിയാട്ട സമിതി രക്ഷാധികാരി
ചന്തു KV ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ ഫെയിം വൈദേഹി വിനോദ്, തൈക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻ അമൽരാജ് എന്നീ വിദ്യാർത്ഥികളെ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉപഹാരവും പൊന്നാടയും നൽകി അനുമോദിച്ചു. ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനത്തിൻ്റെ ഒരു മികവാർന്ന പ്രവർത്തനമാണ് സംക്രാന്തി സമാദരം. നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വിശിഷ്ട വ്യക്തികളെ ഈ സംക്രാന്തി ദിവസത്തിൽ നമ്മൾ ആദരിക്കുന്നു എന്നതാണ് സംക്രാന്തി സമാദരം എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഡോക്ടർ വിവേക് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ മരുന്നുകുറിപ്പടികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ രോഗി എന്നല്ല അദ്ദേഹം ഓരോ മനുഷ്യനായി കാണുന്ന ഓരോരുത്തരെയും മനുഷ്യനായിട്ട് പേഷ്യൻ്റ് എന്ന് വിളിക്കാതെ രോഗി എന്ന് വിളിക്കാതെ വരുന്നത് തൻ്റെ കൂടപ്പിറപ്പാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, അച്ഛനാണ്, അമ്മയാണ് എന്ന സങ്കല്പത്തിൽ ചിരിച്ചുകൊണ്ട് മരുന്ന് നൽകിക്കൊണ്ട് ഫീസല്ല വലുത്, തൻ്റെ പ്രവൃത്തിയാണ് വലുത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ വിവേക് സുധാകരൻ. രമേശൻ പുതിയകണ്ടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിവേക് സുധാകരൻ, രാഘവൻ മേൽപ്പറമ്പ്, ആതിര ലക്ഷ്മണൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ, അനിൽകുമാർ, സുനിൽകുമാർ, സുരേഷ് കാസർഗോഡ്, ഭാസ്കരൻ, കൃഷ്ണൻ പെരളം, വിനോദ്, രാജീവൻ ഗോപാലൻ, നന്ദു, രതീശൻ, മനോജ്, കൃഷ്ണമണി, ശ്രീനിവാസൻ വി ബഗീഷ്, MC സുഗേഷ്, കൃപാഭരതൻ, ഗിരിജ രാജു, സ്വപ്നകുമാരൻ, ഭാർഗവി, രമണി, ഉഷ, ബിന്ദു, സരിത, രേഷ്മ, സാവിത്രി, രാധിക, മോഹൻദാസ്, ഓമന, രാധിക, ഓമന, പത്മിനി, രേണുക, നളിനി, വസന്ത മോഹൻ എന്നിവർ സംബന്ധിച്ചു. അന്നദാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമം പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അരികെ എന്ന പേരിൽ മാവുങ്കാൽ IMA ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമം പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അരികെ എന്ന പേരിലായിരുന്നു പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. മാവുങ്കാൽ IMA ഹാളിലായിരുന്നു പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ ജില്ലക്കാർക്ക് തന്നെ നിരവധിയായിട്ടുള്ള പാലിയേറ്റീവ് സംഘങ്ങളുണ്ട്. പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്ന മെച്ചപ്പെട്ട് പ്രവർത്തനം നടത്തി വരുന്നത് കരിന്തളം പാലിയേറ്റീവാണ്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വേറെയും പാലിയേറ്റീവ് സംഘടനകൾ നമ്മുടെ ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിലെ വിവിധ പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പാലിയേറ്റീവ് ഉണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അജാനൂർ പഞ്ചായത്ത് ഒരു മാതൃക തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് നടന്നു വരുന്നത്. പാലിയേറ്റീവിൻ്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നു വരുന്നു. കേരളത്തിൽ തന്നെ ഗവൺമെന്റ് തന്നെ ഇതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. എന്തൊക്കെയാണെങ്കിലും രോഗികൾ കുറഞ്ഞു വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനപ്പെട്ട കുറേയധികം വേറെയും വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് കിറ്റ് വിതരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദാമോദരൻ A, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ G, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി തമ്പാൻ, 10ാം വാർഡ് മെമ്പർ ശ്രീദേവി KR, അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി KH അനീഷ് കുമാർ, IMA പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു, FHC അജാനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ R എന്നിവർ സംസാരിച്ചു. FHC ആനന്ദാശ്രമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് KC സ്വാഗതവും FHC ആനന്ദാശ്രമം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ PT നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ മാവുങ്കാൽ. പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ നടക്കും. ഫണ്ട് ഉദ്ഘാടനവും നടന്നു. പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. യജ്ഞ നിധി സമർപ്പണം ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നീലമന എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. കെ കുഞ്ഞമ്പു വേങ്ങര വീട്, ഗീതാകുമാരൻ പാലടുക്കം, മാതൃസമിതി പ്രസിഡന്റ് മീനാക്ഷി വള്ളിയാട്ടിൽ, പ്രദീപ് കുമാർ മാരാംകാവ്, അശോകൻ വണ്ണാത്തൻ വീട്, KR സുരേന്ദ്രൻ, M അമ്പു വള്ളിയാട്ടിൽ, രവി PS, ദിലീപ് കുമാർ തുടങ്ങി നിരവധി ആളുകൾ സമർപ്പണം നടത്തി. ക്ഷേത്ര സേവാ സംഘം പ്രസിഡന്റ് AK സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ KR ബാബുരാജ് സ്വാഗതം പറഞ്ഞു. വിഷ്ണു ദേവസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ വില്ലാരംപതി, പെരിയാത്തറവാട പ്രതിനിധി ഗംഗാധരൻ നായർ പരപ്പക്കെട്ട്, ക്ഷേത്രം മുൻ പ്രസിഡന്റ് K കൃഷ്ണൻ മൊട്ടമ്മൽ, ക്ഷേത്രം മുൻ ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. P സതീശൻ മേപ്പാട്ട് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പെരിയ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. വെള്ളരിക്കുണ്ട് പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വടക്കൻ കേരളത്തിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലം. തുലാം 10-നാണ് തെയ്യങ്ങൾ അരങ്ങിലെത്താറുള്ളതെങ്കിലും ഇക്കുറി തുലാം 1 മുതൽ തന്നെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്നു. സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് പ്രതിസന്ധിക്കിടയാക്കുന്നു. ബേക്കൽ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവങ്ങളാണ് ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെ തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള കരുത്തരായ സബ് ജില്ലകളാണ് ഇവ രണ്ടും. സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ ദിവസം എത്തിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 24-25 ദിവസങ്ങളിലാണ് ജില്ലാ ശാസ്ത്രമേള. 2 പരിപാടികളിലും പങ്കെടുക്കാനുള്ള കുട്ടികളെ ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. മംഗളൂരു മൂഡ്ബദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. തട്ടുകടയും ഓംലറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.